സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. അവർക്കോ ലഭിച്ചിട്ടില്ല. ഉള്ളവന് കൊടുക്കും, ഇല്ലാത്തവരോട് ഉള്ളതും കൂടി എടുത്തു കളയും എന്ന് യേശു കർത്താവ് തന്റെ ശുശ്രൂഷ വേളയിൽ പറയുവാനിടയായി. കഴിഞ്ഞ 3 ആഴ്ചകളായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ 3 ആഴ്ചത്തെ റെക്കോർഡ് ചെയ്തതിന്റെ 4ാമത്തെ ആഴ്ചയാണ്. പരിശുദ്ധാത്മ സ്നാനവും അന്യഭാഷയും എന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം. ഈ വിഷയത്തിൽ അനേകർക്ക് അനേക ചോദ്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ നേരിട്ട് കോണ്ടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് സംസാരിക്കാം. പ്രൈസ് ദി ലോർഡ്. ആർക്കെങ്കിലും സംശയമുണ്ട് ഇതിനെ സംബന്ധിച്ചുള്ള സംശയം, എന്നെക്കൊണ്ട് പറ്റുന്ന പരമാവധി രീതിയിൽ ഞാൻ മറുപടി നൽകുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അതെന്തിനാണ് ഞാൻ പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിശുദ്ധ വചനത്തിനകത്തു നിന്ന് മാറാതെ അതിനകത്തിലെ കാര്യങ്ങൾ മാത്രമാണ് സംസാരിക്കുന്നത്. കാരണം പലർക്കും പല ക്വസ്റ്റ്യൻസ് ഉള്ളത് അവരവരുടേതായിട്ടുള്ള പേഴ്സണലായിട്ടുള്ള ചിന്താഗതിക്കും അതുമാത്രമല്ല തർക്ക വിഷയത്തിനും വേണ്ടിയാണ് പലരുടെയും ചോദ്യ വിഷയങ്ങളുള്ളത്. എന്നാൽ ഇത് തർക്കിക്കാനുള്ളതല്ല, അനുഭവിക്കാനുള്ളതാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദൈവമാണ് ദാനം തന്നിരിക്കുന്നത്. നമ്മളൊന്ന് നോക്കാം ലൂക്കോസിൻ്റെ സുവിശേഷം. കഴിഞ്ഞ ദിവസം ഞാൻ ലൂക്കോസിൻ്റെ സുവിശേഷത്തിനകത്ത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, കർത്താവ് പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ ഒരു ദേവദാസൻ പറഞ്ഞു പഠിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. എനിവേ അത് അവരവരുടെ ഇഷ്ടമാണ്. പഠിപ്പിച്ചിട്ടുണ്ടോ പഠിപ്പിച്ചിട്ടില്ല ഏത് രീതി വേണമെങ്കിലും നിങ്ങൾക്ക് ചിന്തിക്കാം. എൻ്റെ ചിന്താഗതി കർത്താവ് പഠിപ്പിച്ചു എന്നുള്ളതാണ്. അത് അവരവരുടെ ചിന്താഗതിയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കർത്താവിൻ്റെ ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്. 11-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാണ് കർത്താവിൻ്റെ ആശയം. പിന്നെ അടുത്തത് മതി. പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടത് എന്ന് ലൂക്കോസ് എഴുതിയിട്ടുണ്ട്. കർത്താവിനോട് പഠിപ്പിക്കാൻ പറഞ്ഞു. കർത്താവ് ഇങ്ങനെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, ഒരു പാറ്റേൺ ആണെന്ന് നമുക്ക് മനസ്സിലാകും. ആ പാറ്റേണിനകത്ത് 3 പാറ്റേൺ പ്രാർത്ഥന കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ളത്. രണ്ടാമത്തെ 2 മുതൽ 4 വരെ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അതാണ് കർത്തൃ പ്രാർത്ഥന എന്ന് പറഞ്ഞ് സാമുദായിക സഭകളിലൊക്കെ പ്രാർത്ഥിക്കുന്നു. എന്നാൽ പെന്തക്കോസ്ത് സഭകളിൽ പ്രാർത്ഥിക്കുന്നില്ല. എന്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നില്ല എന്നുള്ളത് ഞാൻ അനേക പ്രാവശ്യം അതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ വിശദീകരിക്കാനായിട്ട് അതിന് സമയമില്ലാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല. അടുത്തത് 5 മുതൽ 8 വരെയുള്ള വേദഭാഗത്ത് മധ്യസ്ഥ പ്രാർത്ഥന കർത്താവ് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് പഠിപ്പിക്കുന്നുണ്ട്. അത് ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇൻ്റർപ്രിട്ടേഷൻ നടത്തുന്നത് കൊണ്ട് അത് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല. അത് എൻ്റെ കുഴപ്പമല്ല. നിങ്ങൾ വായിക്കുന്ന ഉടനെ അത് മനസ്സിലാക്കി വായിച്ചെങ്കിലേ അത് തിരികെ മനസ്സിലാകുകയുള്ളൂ. 3ാമത്തെ പ്രാർത്ഥനയാണ് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? ആ ഒരൊറ്റ കാര്യം വളരെ ഫോക്കസ് ചെയ്ത് യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അത് പ്രൈസ് ദി ലോർഡ് 9 മുതൽ 13 വരെയുള്ള വാക്യത്തിനകത്തുണ്ട്. ആ 13 വരെയുള്ള വാക്യത്തിനകത്ത് യേശു കർത്താവ് പറയുന്നത്, ദോഷികളാകുന്ന നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം നൽകും. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിനെ എത്രയധികം നൽകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവിനെ എത്രയധികം നൽകുമെന്ന് പറഞ്ഞ് യേശുവിനെ ചോദ്യം ചെയ്യാൻ ആർക്ക് സാധിക്കും? തരുന്നവൻ ദൈവം, തരുന്നവൻ കർത്താവ്, അയക്കുന്നവൻ കർത്താവ്. വേണോ വേണ്ട എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. അത് എണ്ണ പൂശി മുഴുവൻ പുരട്ടി അല്ലെന്നുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ നിനക്ക് പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ് നീ നിന്നാൽ അത്രേ ഉള്ളൂ. യേശു സകല രോഗങ്ങൾക്കും ശാപങ്ങൾക്കും പാപങ്ങൾക്കും പരിഹാരമായി ഈ കർത്താവ് മരിച്ചു. ചിലർ പറയുന്നു ശാപങ്ങൾ നമ്മൾ അത് അഴിച്ചു മാറ്റണമെന്ന്, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു മാറ്റണമെന്ന്, അല്ലെ ഒടിച്ചു മാറ്റണമെന്ന് ചിലർ പറയുന്നു. ശാപങ്ങൾ അതോടുകൂടി തീർന്നു എന്ന്. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, രോഗങ്ങൾ കർത്താവ് മുഴുവൻ വഹിച്ചതാണ്. പിന്നെന്തിനാ നീ രോഗമായിട്ട് നടക്കുന്നത്? രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന്, രോഗികൾക്ക് വേണ്ടി എന്നെ ശുശ്രൂഷിക്കുന്നത്, രോഗികൾക്ക് വേണ്ടി എന്തിനാ ദൈവവചനം പറയുന്നത്?
ദൈവമേ, നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഒളിഞ്ഞു കിടപ്പുണ്ട്. നമുക്ക് വേണ്ടി രോഗസൗഖ്യം കർത്താവ് ദാനം തന്നു. കർത്താവ് തൻ്റെ ശരീരത്തിൽ സകല രോഗവും ശാപവും വഹിച്ചു. പക്ഷെ എന്നുണ്ടെങ്കിൽ ഇത് കണ്ടിന്യൂസ് ആയി അത് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ കേൾക്കുകയും അതിനെക്കുറിച്ച് ധ്യാനിക്കുകയും അത് നമ്മളുടെ ഇതിലേക്ക് സ്വീകരിക്കുകയും ചെയ്യണം. ഇതാണ് തിരുവചനത്തിൻ്റെ അനുശാസനം. പ്രൈസ് ദി ലോർഡ്. ഇനി നമ്മൾ നോക്കുക, പരിശുദ്ധാത്മാവിൻ്റെ അന്യഭാഷയിലുള്ള ഭാഷണം. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാ സ്നാനം എന്നുള്ളതും പരിശുദ്ധാത്മാ അഭിഷേകം എന്നുള്ളതും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്നുള്ളതും 3 വിഭാഗങ്ങളാണെന്ന് പല കാര്യങ്ങളും ഞാൻ നിങ്ങളോട് പറയാനിടയായി. പരിശുദ്ധാത്മാവ് വ്യക്തിത്വമാണ്. പ്രൈസ് ദി ലോർഡ്. അത് 2 കൊരിന്ത്യർ 13-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഒന്ന് വായിച്ചേണ്ടത്. ഇത് എല്ലാ ക്രിസ്തീയ സമൂഹങ്ങളിലും എല്ലാ ക്രിസ്തീയ സഭകളിലും ഏത് ഡിനോമിനേഷൻ ആയിരുന്നാലും, അത് നാമധേയ ക്രിസ്ത്യാനിയായാലും അല്ലാത്ത ക്രിസ്ത്യാനിയായാലും ഏത് ക്രിസ്ത്യാനിയായാലും അവർ ആശീർവാദം പറയാൻ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ്. നിങ്ങൾക്കെല്ലാം അറിയാം. അതിനകത്തിൽ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ. ആരുമായിട്ടാണ് നമുക്ക് കൂട്ടായ്മ വേണ്ടത്? കൂട്ടായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയാളുമായിട്ടാണ് നമുക്ക് കൂട്ടായ്മ, ഒരു ശക്തിയുമായിട്ടല്ല. പ്രൈസ് ദി ലോർഡ്. ഒരു അപ്പോയിൻ്റ് ചെയ്ത ഒരു വിഷയത്തിന് വേണ്ടിയല്ല. അപ്പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനോയിൻ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അപ്പോയിൻ്റ് ചെയ്യുക, ഒരാളെ അപ്പോയിൻ്റ് ചെയ്യുക, അത് സർട്ടൻ ജോലിക്ക് വേണ്ടി. ദൈവമക്കളെ, നമ്മൾ അറിഞ്ഞിരിക്കണം, ഒരു കൂട്ടായ്മ നടത്തണമെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിത്വമായിട്ടാണ് കൂട്ടായ്മ നടത്തേണ്ടത്. ആ വ്യക്തിയെ നിനക്ക് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാ നഷ്ടം? നിനക്കാ നഷ്ടം. അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ആ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ അവരൊക്കെയും അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. വിശേഷാൽ പ്രൈസലോട് ഓർത്തുകൊള്ളണം, അന്യഭാഷ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നടക്കുന്ന ഒരു അടയാളമാണ്. സാധാരണഗതിയിൽ അല്ലാത്ത രീതിയിൽ അവർ സംസാരിക്കും ഏതെങ്കിലും തരത്തിൽ. പഴയ നിയമത്തിലേക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പഴയ നിയമത്തിൽ പുരോഹിതന്മാരെ പ്രവചിച്ചു എന്ന് കാണുന്നുണ്ട്. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരുമ്പോൾ, ശിംശോന്റെ മേൽ വരുമ്പോൾ അസാധാരണമായ ശക്തി വരുന്നു. ശൗൽ രാജാവിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നുകൊണ്ട് അന്യഭാഷയല്ല പറഞ്ഞത്, പ്രവചിച്ചുകൊണ്ട് പ്രവാചക ഗണത്തോടുകൂടി നടന്നു. ശൗലുമുണ്ടോ പ്രവാചക ഗണത്തിൽ എന്ന് പറയത്തക്ക രീതിയിലായി. പ്രൈസ് ദി ലോർഡ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ പരിശുദ്ധാത്മാവ് വരുമ്പോൾ മാനുഷികമായിട്ടുള്ള ഒരു വ്യക്തിയല്ല, അത് അമാനുഷികമായ ഒരു ശക്തിയും അമാനുഷികമായ കാര്യങ്ങളുമാണ് നടക്കുന്നത്. അത് ദൈവികമാണ്. കഴിഞ്ഞ ദിവസം ചിലർ പറയാനിടയായി അത് പൈശാചികമാണ്, ആ മുന്നോട്ട് വീഴുന്നത് പൈശാചികമാണ്, പുറമോട്ട് വീഴുന്ന പൈശാചികമാണ്. ഇങ്ങനെയൊക്കെ പലരും പല രീതിയിൽ പറയുന്നുണ്ട്. അവർ പറയുന്നത് ഈ എന്താണ് അന്യഭാഷ എന്ന് പറയുന്നത് അത് എന്താണ് പൈശാചിക മാത്രമല്ല, അത് ബാബിലോൺ ഉണ്ടാക്കിയ നിമ്രോദിൻ്റെ കാലത്ത് ഉണ്ടായപ്പോൾ ആർക്കും മനസ്സിലാകത്തില്ലായിരുന്നു ഭാഷ. അതേമാതിരി ആർക്കും മനസ്സിലാകുന്നില്ല ഈ ഭാഷ. ഇങ്ങനെ വരെ ഇന്റർപ്രിട്ടേഷൻ നടത്തുന്നവർ ഈ ഭൂമിയിലുണ്ട്. ഇതൊക്കെ ഈ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇതൊക്കെ മനസ്സിലായത്. ഞാൻ ഏറെ നാളുകൾക്ക് മുമ്പ് പറഞ്ഞത് എനിക്കൊന്ന് ഒരു 98-ലോ 99-ലോ അതോ 2000-ലോ ആണെന്ന് തോന്നുന്നു, ഞാൻ TBN ചാനലിൽ ഒരു ഷോ കാണാനിടയായി. TBNകത്ത് ഡോക്ടർ ഹൈക്കോ ഹോർമാൻ എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ ഒരു ഷോ കാണാനിടയായി. ആ സഹോദരി അന്യഭാഷയിൽ, ഇത് നാസായിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഈ ഡോക്ടർ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നത് കൊണ്ടുള്ള ഗുണവും അന്യഭാഷയിൽ ആരാധിക്കുന്നതും പ്രാർത്ഥിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളെക്കുറിച്ച് ഒരു ബുക്ക് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്, വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ആ വീഡിയോ ബുക്കും ഇതെല്ലാം വായിച്ചു മനസ്സിലാക്കുകയും ഇത് കേൾക്കുകയും ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനകത്തിൽ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വായിച്ചു നോക്കാം. പ്രൈസ് ദി ലോർഡ്. ഡോക്ടർ ഹൈക്കോ ഹോർമാൻ, പ്രൈസ് ദി ലോർഡ്. അവരുടെ ഈ ബുക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഡേ സ്റ്റാറിനകത്തായിരുന്നു ഞാൻ വാങ്ങിച്ചത്. ഇതിനകത്ത് ഡേ സ്റ്റാറിനകത്താണ് വാങ്ങിച്ചത്. സയൻറ്റിഫിക് ആയിട്ട് ഇത് പ്രൂവ് ചെയ്തതാണ് ഈ ഹൈക്കോ ഹോർമാൻ.
പ്രയോജനമുണ്ട്. അതുപോലെ തന്നെ സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്ത വേറൊരു വീഡിയോ ഞാൻ ഇൻ്റർനെറ്റിൽ കൂടെ കാണാനിടയായി തീർന്നു. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവത്തോട് സംസാരിക്കുന്നുവെന്നും അവർ ദൈവവുമായിട്ടുള്ള സംസർഗം നടത്തുന്നുവെന്നും ഒരു പാസ്റ്ററിനെ അവർ കൊണ്ടുപോയി, ഒരു പാസ്റ്ററും വേറൊരു സഹോദരിയും, എൽഡറായിരിക്കുന്ന ഒരു സഹോദരിയും അവർ മെഡിക്കൽ പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി അവർ സയൻറ്റിഫിക് വേയിൽ ഈ ശബ്ദങ്ങളെ പഠിച്ചു നോക്കി. അവസാനം അത് അമാനുഷികമായിട്ടുള്ള പ്രാർത്ഥനയാണെന്ന് അവർക്ക് മനസ്സിലാകുവാനും ദൈവികമാണെന്ന് മനസ്സിലാകാനും ഒക്കെ കാര്യം നടക്കുവാൻ ഇടയായി തീർന്നു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു കാര്യം അറിയണം, മറ്റുള്ളവർ തർക്കിക്കുന്ന തർക്ക വിഷയത്തിലേക്ക് നമ്മൾ പോകാതെ എനിക്ക് ദൈവത്തിൽ നിന്നും എങ്ങനെ നന്മ അനുഭവിക്കാൻ സാധിക്കും, ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളിൽ 3 ആഴ്ചകളായി നമ്മൾ ഇത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒക്കെ പല കാര്യങ്ങളും പറഞ്ഞുപോയി. ഇന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു നിർത്തിയത് പേഴ്സണലായിട്ടുള്ള ഈ പ്രാർത്ഥനയിൽ പദറ്റം ഉപയോഗിക്കുന്നത് കൊണ്ട് പരിശുദ്ധ അന്യഭാഷ ഉപയോഗിക്കുന്നതിനുള്ള ഗുണങ്ങളെക്കുറിച്ചുള്ള 2 കാര്യങ്ങളാണ് പഠിച്ചത്. ഒന്ന്, വി ആർ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ഗോഡ്, ദൈവവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മൾ മലയാളത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇംഗ്ലീഷിലോ നിങ്ങൾക്ക് അറിയാവുന്ന ലാംഗ്വേജിൽ പ്രാർത്ഥിക്കുന്ന ഉടനെ 1 വേ ട്രാഫിക്കാണ്, അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. എന്നാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 2 പേര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡയലോഗ് പറയുന്നതിനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്, അന്യോന്യം സംസാരിക്കുന്നതിന്. അതിനുപയോഗിക്കുന്ന ദൈവികമായിട്ടുള്ള ഭാഷയാണ് അന്യഭാഷ എന്ന് പറയുന്നത്. 1 കൊരിന്ത്യർ 14 അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യവും 1 കൊരിന്ത്യർ 14 അധ്യായത്തിൻ്റെ 14 15 വാക്യങ്ങളും. ഇനി 14 15 വായിച്ചോട്ടോ. ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നു എങ്കിൽ എന്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു, എന്റെ ബുദ്ധിയോ അബദ്ധമായിരിക്കുന്നു. ആകയാൽ എന്ത്, ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും. ആത്മാവ് കൊണ്ട് പാടും, ബുദ്ധി കൊണ്ടും പാടും. പ്രൈസ് ദി ലോർഡ്. ഇതാരാണ് എഴുതിയിരിക്കുന്നത്? കർത്താവിന്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഇല്ലായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. പ്രൈസ് ദി ലോർഡ്. ഇത് ഏറ്റവും കൂടുതൽ അന്യഭാഷയെക്കുറിച്ച് പ്രാർത്ഥിക്കുകയും അന്യഭാഷയെ പ്രാർത്ഥിക്കുകയും 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ഒരു വ്യക്തിയുമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് കർത്താവുമായിട്ടുള്ള ആത്മീയ നിലവാരത്തിൽ പുതിയ നിയമത്തിലുള്ള വ്യക്തിത്വമാണ് നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത്. ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക, അന്യഭാഷയിൽ ആരാധിക്കുന്നുവെങ്കിൽ നമ്മൾ ചിന്തിച്ച് നോക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തോ ഒരു മടയത്തരമായിരിക്കും ഞാൻ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അതിനെ കുറ്റം പറയാൻ ഞാൻ ആരാണ്? അതിനെ കുറ്റം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആരായാണ് കുറ്റം പറയുന്നത്? ദൈവത്തെ. പ്രൈസ് ദി ലോർഡ്. അതിനെ എനിക്കൊണ്ട് കിട്ടത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ യാക്കോബായെന്ന പെന്തക്കോസ്ത് സമൂഹത്തിലേക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കടന്നു വന്നത്, പ്രൈസ് ദി ലോർഡ്, അവിടെ ഉണ്ടായിരിക്കുന്ന തൈലാഭിഷേകവും കുർബാനയും മറ്റുള്ള ക്രമങ്ങളും ശരിയല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. അത് മനസ്സിലാക്കിയപ്പോൾ ഇവിടെ വന്നപ്പോൾ ബൈബിളിനകത്ത് എഴുതിയിരിക്കുന്നത് ശരിയല്ല എന്ന് പറയാൻ ആർക്കാണ് അധികാരമുള്ളത്? എന്നെ കൊണ്ട് പറ്റത്തില്ല. നിങ്ങൾക്ക് വേണമെന്ന് തന്നെ പറഞ്ഞു, എടുത്തു, കുഴപ്പമില്ല. രണ്ടാമത് ഞാൻ പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, അന്യഭാഷ എന്തിനു വേണ്ടിയാണ്? ഡിഫീറ്റ് യുവർ വീക്ക്നെസ്, നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നതിന് വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ ആവശ്യം. അത് റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 26-27 വാക്യത്തിൽ നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ വേറൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനുമാൻ അല്ലെന്നുണ്ടെങ്കിൽ ഈ ലോകത്തിൽ അനേകരെ പ്രതികൂലത്തിൻ്റെ സാഹചര്യത്തിൽ കടന്നു പോകുന്നു, നമുക്ക് വേണ്ടപ്പെട്ടവർ കടന്നു പോകുന്നു, അല്ലാത്തവർ കടന്നു പോകുന്നു. ഈ കടന്നു പോകുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് മാത്രമല്ല, നമ്മൾ എന്ത് ചോദിക്കുക, എനിക്ക് തന്നെ അനേക സ്കൂളുകളിൽ ഷൂട്ടിങ്ങും കറ്റിങ്ങും ഒക്കെ നടന്നു. നമ്മളെ മലയാളികളുടെ കുഞ്ഞുങ്ങൾക്കൊന്നും ഇതുവരെയും ഒന്നും പറ്റിയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മൾ ചിന്തിച്ച് നോക്കിയേ, ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷനും കാവലും എന്തുമാത്രം ഉണ്ട് എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കണം. സ്വത്രം നമ്മൾ ചിന്തിച്ച് നോക്കണം. എങ്ങനെയാണ് അനേകർക്ക് വേണ്ടി
പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന പ്രേസലോട് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നു. നമുക്കറിയത്തില്ല ആ കുഞ്ഞ്, ആ മകള് ഏത് സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്, ഇന്ന വ്യക്തിത്വം ഏത് സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് ഒരു മനുഷ്യർക്കും പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനറിയാം ആർക്ക് വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന്. 27-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ ഒന്നുകൂടെ നോക്കി. എന്നാൽ ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രേസലോട് ആത്മാവിൻ്റെ വിശുദ്ധന്മാർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. പറയുന്നത് ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാനാ പ്രാർത്ഥിക്കുന്നു, പക്ഷെ തന്നെ എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല ആ വ്യക്തി എന്തോ ഏത് രീതിയിലാണ് കടന്നു പോകുന്നതെന്ന്. അതിനുവേണ്ടിയാണ് ആത്മാവ് പ്രാർത്ഥിക്കുന്നത്. പ്രേസലോട് ഇതിനാണ് അന്യഭാഷയിൽ പ്രാർത്ഥിക്കേണ്ടത്. ദൈവമക്കളെ നമുക്ക് വേണം, നമുക്ക് തീർച്ചയായിട്ടും വേണം. അടുത്തത് 3-ാമത്തേത്, പലരും പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ എനിക്ക് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം, വിശ്വാസത്തിൽ ശക്തിയോടെ നിൽക്കണം, വിശ്വാസം വർദ്ധിച്ചു കിട്ടണം എന്നൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. ഇതിനൊക്കെയുള്ള ഒറ്റ കാര്യമാണ്, സ്ട്രെങ്തൻ യുവർ ഫെയ്ത്ത്. നിൻ്റെ വിശ്വാസത്തെ സ്ട്രെങ്ത് ചെയ്യുന്നത് ആരാണെന്നറിയാം. ഞാൻ ഒരുപാട് പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിശ്വാസ കോളത്തിൽ വന്ന് തിരുവചനം എന്നെ കർത്താവ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയങ്ങളിൽ ഒരു 3-3.5-4 വർഷം പ്രേസലോട് ഏകദേശം 4 വർഷത്തോളം എൻ്റെ കൂടെ ഒരു ആൾ നടക്കുന്നുണ്ട്. ഫെയ്ത്ത്, ഐ നോ ഫെയ്ത്ത് ഈസ് വാക്കിംഗ് വിത്ത് മീ. പ്രേസലോട് ഫെയ്ത്ത് എന്ന് പറയുന്നത് തന്നെ ആത്മാവാണ്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ. 2 കൊരിന്ത്യർ 4-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം എന്ന് ചോദിച്ചാൽ ആത്മാവാണോ അല്ലയോ എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. 2 കൊരിന്ത്യർ 4:13. ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് അതിന് വേണ്ടായോ? വിശ്വാസത്തിൻ്റെ അതേ ആത്മാവ്, ഈ ആത്മാവിനെയാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. ഇത് എൻ്റെ കൂടെ നടക്കുകയാണ്. ഐ നോ, ഐ ഫീൽ സംബഡി ഈസ് വാക്കിംഗ് വിത്ത് മീ. അതിനെയാണ് കൂട്ടായ്മ എന്ന് പറയുന്നത്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഒരുപാട് കാര്യങ്ങൾ, നിങ്ങൾ പല പ്രയർ ലൈനുകളും നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഞാൻ ഒത്തിരി നേരം പ്രാർത്ഥിക്കുന്ന സ്വഭാവമല്ല എനിക്കുള്ളത്. ഞാൻ അധിക നേരം വചനം ധ്യാനിക്കും, അല്പം പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥിക്കുന്നത് നടക്കും എന്നെനിക്ക് നല്ലതുപോലെ അറിയാം. ഞാൻ ആർക്ക് വേണ്ടിയെങ്കിലും പ്രാർത്ഥിക്കാൻ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ നിന്ന് വചനം ഒരുപാട് നേരം 2-2.5 മണിക്കൂർ സമയം അവരുമായിട്ട് വചനം ഡീൽ ചെയ്യും. അവർ വിശ്വാസം അവർക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ തന്നെ പറയും, പാസ്റ്റർ ഇനിയും പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല, ഇത് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. കാരണം എന്താണെന്നറിയോ? ആ വചനധ്യാനത്തിൽ ഫെയ്ത്ത് കമ്മിങ്, ആ ആത്മാവ് അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മളൊരു വിഷയം കേൾക്കുമ്പോൾ അപ്പം തന്നെ നമ്മൾ അതിനു വേണ്ടി വചനമെടുത്ത് ധ്യാനിക്കുമ്പോൾ ആ ധ്യാനത്തിങ്കൽ തീ കത്തിന്ന് പറഞ്ഞ് നമ്മൾ വചനം വായിക്കുന്നത്. എന്താണ് തീ കത്തുന്നത്? ആ വചനം ധ്യാനിക്കുമ്പോൾ തീ കത്തണം. അവിടെയാണ് പരിശുദ്ധാത്മാവ് കത്തുന്നത്, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. ഇത് പലപ്പോഴും മനസ്സിലാക്കാതെ അവിടെയും ഇവിടെയും കിടന്ന് തപ്പി നടക്കരുത്. പ്രൈസ് ദി ലോർഡ്. സ്ട്രെങ്തൻ എങ്ങനെയാണ് സ്ട്രെങ്തൻ ചെയ്യുന്നത്? യൂദായുടെ ലേഖനം 20-ാമത്തെ വാക്യം. നിങ്ങളോ പ്രിയമുള്ളവരെ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി, ഞാൻ മുമ്പേ പറഞ്ഞു വിശ്വാസം ആത്മാവാണ്, അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി ഞാൻ നിങ്ങളോട് ഇത് ആത്മീക വർധനവ് വരുത്തണം. കർത്താവെ വർദ്ധിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നതിലല്ല അർത്ഥം. ഞാൻ പല പ്രാവശ്യം പറയുന്നത് വർദ്ധിപ്പിക്കണേന്നല്ല. നമ്മൾ തന്നെ അത് സ്ട്രെങ്ത് ആകണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇത് ഓൾറെഡി സ്ട്രെങ്ത് ആയിക്കൊണ്ടേയിരിക്കും. ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ ധ്യാനിക്കേണ്ട വിഷയം 24 മണിക്കൂറും. യോശുവയോട് പറഞ്ഞത് എന്താണെന്നറിയാമോ? യോശുവയോട് ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ. കർത്താവ് പറഞ്ഞു, നീ ചെല്ലുന്നതൊക്കെ സാധിക്കും, അതിന് നീ ഒരു കാര്യം ചെയ്ത് വെച്ചാൽ മതി. ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, അതിനൊരു കാര്യം ചെയ്ത് വെച്ചാൽ മതി. ഒരു മനുഷ്യന് നിന്റെ നേരെ നിൽക്കുകയില്ല, അതിനൊരു കാര്യം ചെയ്ത് വെച്ചാൽ മതി. എന്താ?
നീ രാവും പകലും ഈ ന്യായപ്രമാണം എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? ധ്യാനിച്ചു കൊണ്ടിരിക്കണം. അതാണ് 1-ാം സങ്കീർത്തനത്തിൽ തന്നെ പറയുന്നത്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിരിക്കാതെ യഹോവയുടെ ന്യായപ്രമാണം യഹോവയുടെ ന്യായപ്രമാണം പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കും. ഹി വിൽ പ്രോസ്പർ. അപ്പൊ ഇത് ധ്യാനിക്കുന്ന ഉടനെ പരിശുദ്ധാത്മാവ് കൂടെ ഇരുന്ന് ദിനശ്രംഗം ചെയ്യും. ഈ പരിശുദ്ധാത്മാവിനെ വേണ്ട, ഈ അന്യഭാഷ വേണ്ട എന്ന് നീ തീരുമാനിച്ചാൽ വേണ്ട. ആരെ വേണ്ടെന്ന് പറയുന്നറിയോ? ദൈവത്തെ ഡയറക്റ്റ് എവിടെയാണ് മുഖത്ത് നോക്കിയിട്ട് വേണ്ട എന്ന് കർത്താവ് പറഞ്ഞ എന്നാണെന്നറിയാമോ? മനുഷ്യപുത്രനെതിരായി ഒരു വാക്ക് പറഞ്ഞാൽ ഞാൻ ക്ഷമിക്കും, പക്ഷേ പരിശുദ്ധാത്മാവിനെതിരായി എന്തെങ്കിലും പറഞ്ഞാൽ ക്ഷമിക്കുകയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ അനുഭവിക്കുന്ന വ്യക്തിയാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോഴും പറയുമ്പോഴും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഒരുപാട് അനുഭവങ്ങളുണ്ട്. അനുഭവങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ട് സമയമില്ല. ഇനി നോക്കിക്കോണം. ഈ എബിലിറ്റി ടു വർഷിപ്പ്, ആരാധിക്കാൻ നിന്നെ സഹായിക്കും. ഞാൻ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ ഈ ഒരുപാട് പേര് കുറ്റം പറയാറുണ്ട്. അവർ പാട്ട് പാടുന്നുണ്ട്, കുറ്റം പറയാറുണ്ട്. വർഷിപ്പും അതിനാണ് പ്രൈസ് ആൻഡ് വർഷിപ്പ് എന്നും പറഞ്ഞൊരു കൂട്ടർ ഇറങ്ങിയിട്ടുണ്ട്. ആരെയാ പ്രൈസ് ആൻഡ് വർഷിപ്പ് ചെയ്യുന്നത്? ദൈവത്തെ അല്ലേ? അവർ പറയുന്ന ലാംഗ്വേജ്, അവർ പറയുന്ന വേർഡ്സ് നിനക്ക് മനസ്സിലാകുന്നില്ല, നീ പറയുന്നത് അവർക്കും മനസ്സിലാകുന്നില്ല എന്ന് ഓർത്തോളണം. നിന്റെ മലയാളമോ അല്ല നീ പറയുന്ന ഭാഷയോ അവർക്കും അധികം മനസ്സിലാകുന്നില്ല. അവരങ്ങ് ഇമാജിൻ ചെയ്തെടുക്കുകയാണ്, ഇന്നതായിരിക്കും ഇന്ന ഡാഡി പറഞ്ഞത്, മമ്മി പറഞ്ഞത്. കാരണം അവരെ ഇവിടെ വന്ന കാലം മുതൽ, അവർ ജനിച്ച കാലം മുതൽ അവരെ പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷാണ്. അവരുടെ കുഴപ്പമല്ല. ഫ്രണ്ട്സിനോട് എന്നിട്ട് അവർ പാടുന്നുണ്ട്, നമ്മൾ അവരെ കുറ്റം പറയുക. കാരണം അവർ പറയുന്ന അവർക്കറിയാവുന്ന രീതിയിലാണ്. സ്തോത്രം. അതിന് ഏത് ഭാഷ പ്രാർത്ഥിക്കും? ഞാൻ സാധാരണ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞുതരാം. ഇപ്പം മലയാളം പാട്ടും എനിക്കധികം അറിയത്തില്ല, പാട്ട് പാടാനും കുറച്ച് പാട്ടുകളൊക്കെ അറിയത്തുള്ളൂ. പലരും ഒരുപാട് കാലം നേരത്തെ ഉള്ളത് പഴയ പാട്ടോ പുതിയ പാട്ടോ പാടിയെന്ന് പറഞ്ഞാലും, പിന്നെ കഷ്ടപ്പാടും ദാരിദ്ര്യവും ദുരിതത്തെക്കുറിച്ച് പാടിയാലും, എന്ത് പാട്ട് പാടിയെന്ന് പറഞ്ഞാലും ഞാൻ എന്ത് ചെയ്യുന്ന അന്യഭാഷയിൽ അത് പ്രാർത്ഥിക്കും, പാടും, അന്യഭാഷയിൽ ആരാധിക്കും. അന്യഭാഷയിൽ ആരാധിക്കുന്നത് കൊണ്ട് ഇവരേത് പാട്ടാണ് പാടുന്നത് എനിക്കറിയത്തില്ല, എനിക്ക് പാടാനും അറിയത്തില്ല. പിന്നെ എനിക്ക് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് പറയാൻ പറ്റുന്നത് എനിക്കറിയാവുന്ന ഭാഷയിൽ കർത്താവിനെ ആരാധിക്കും. പൗലോസ് അപ്പോസ്തലൻ എന്താ പറയുന്നത് നോക്കിയോ? 1 കൊരിന്ത്യർ 14-ാം അധ്യായം അതിൻ്റെ 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വളരെ ശ്രദ്ധിച്ചാട്ടോ, വായിച്ചോ. മതി. അപ്പോൾ ആരുടെ ആത്മീയ വർധനയ്ക്ക് വേണ്ടിയും ആർക്ക് വേണ്ടിയുമാണ് ഈ ആരാധിക്കുന്നത്, പാടുമ്പോൾ വർഷിപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്? എൻ്റെ കൂടെ നിൽക്കുന്നവർക്കൊന്നും മനസ്സിലാകുന്നില്ല. അവരെ അല്ല ആരാധിക്കും. ചിലർ പറയാറുണ്ട്, ഞാൻ കഴിഞ്ഞ ദിവസം ചിലർക്കൊക്കെ ചെല്ലുന്നുണ്ട്, പറയാറുണ്ട്, കർത്താവ് നീ ഞങ്ങൾക്ക് നല്ല ആരാധനയ്ക്കായി സ്തോത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് ഇങ്ങോട്ട് ആരാധന വന്നുകൊണ്ട് സ്തോത്രം. എന്തുവാ പറഞ്ഞത്? അത് വെറുതെയുള്ള ആൾക്കാരൊന്നുമല്ല, വിവരമുള്ള പാസ്റ്റേഴ്സാണ് പറയുന്നത്. പാസ്റ്റേഴ്സ് പറയുന്നത് കർത്താവെ നീ ഞങ്ങൾക്ക് തന്ന നല്ല ആരാധനയ്ക്കായി സ്തോത്രം. അപ്പം കർത്താവിനെ ആരാധിക്കല്ലായിരുന്നു, കർത്താവ് ഞങ്ങളെ ആരാധിക്കുമായിരുന്നു എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. പ്രൈസ്. കർത്താവിനെ ആരാധിക്കാൻ ചെല്ലുന്ന ഉടനെ നിന്റെ ആരാധന മറ്റുള്ളവർ കേൾക്കാൻ വേണ്ടിയല്ല. പ്രൈസലോട്. കർത്താവ് 2 പേരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ദൈവ ആരാധന പ്രാർത്ഥനയ്ക്ക് എന്നവരെ കുറിച്ച്. പഴയ നിയമത്തിലുമുണ്ട് 2 പേര് ആരാധനയ്ക്ക് പോയത്. പുതിയ നിയമത്തിൽ യേശു പറഞ്ഞ 2 പേര്, ഒരുത്തൻ പരീശൻ, മറ്റവൻ ആരായിരുന്നു? ഒരു പാവി. 2 പേരും ചെന്നു. അവൻ ചെന്നിട്ട് പ്രാർത്ഥിച്ചത് അവനെ തന്നെ ഉയർത്തി അവൻ പ്രാർത്ഥിച്ചു. മറ്റവനോ
അവനിലേക്ക് നോക്കി കർത്താവിനോട് പ്രാർത്ഥിച്ചു, ഞാൻ ഒരു പാപിയാണ്. അപ്പോൾ അത് അവൻ നാട്ടുകാരെ കേൾപ്പിക്കാൻ വേണ്ടിയല്ല, കർത്താവിനോട് അവൻ നേരിട്ട് സംസാരിക്കുകയാണ്. പ്രൈസിനോട് പഴയ നിയമത്തിൽ ഒരാൾ പ്രാർത്ഥിച്ചു. ആ ആളുടെ പ്രാർത്ഥന കേട്ട്, ഹന്നായുടെ പ്രാർത്ഥന കണ്ടിട്ട് പ്രൈസിനോട് ആർക്ക് മനസ്സിലായില്ലെന്നറിയാമോ? ആർക്ക് മനസ്സിലായില്ല? മഹാപുരോഹിതന് മനസ്സിലായില്ല. പുരോഹിതൻ പറഞ്ഞു, മതി, നീ ഇവിടെ നിന്നിട്ട് മദ്യപിച്ചിട്ട് വന്നിരുന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മതി, നിർത്താനാണ് പറഞ്ഞത്. ദൈവമക്കളെ, നമ്മൾ അറിഞ്ഞിരിക്കണം, അവൾ പറഞ്ഞത് അവൾ ദൈവവുമായിട്ട് സംസർഗം ചെയ്യുകയാണ്. അതിനാണ് പുതിയ നിയമത്തിൽ ഈ ഭാഷ തന്നിരിക്കുന്നത്, ദൈവവുമായിട്ടുള്ള സംസർഗം, ആരാധിക്കാൻ തന്നിരിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുവാൻ മാത്രമല്ല, നമുക്ക് ആരാധിക്കുവാനും വർഷിപ്പ് ചെയ്യുവാനും നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അത് മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയല്ല. അവൻ ആത്മീയവർദ്ധന വരുന്നില്ല, എനിക്കാണ് ആത്മീയവർദ്ധന ഉണ്ടാകുന്നത്. ഞാൻ ആരാധിക്കുമ്പോൾ, നിങ്ങൾ ആരാധിക്കുമ്പോൾ നിങ്ങൾക്കാണ് ആത്മീയവർദ്ധന ഉണ്ടാകുന്നത്, നാട്ടുകാർക്കല്ല. നിങ്ങളും ദൈവമായിട്ടുള്ള ബന്ധത്തിലാണ്. അതിനാണ് പരിശുദ്ധാത്മാവിലും അന്യഭാഷയിലും ആരാധിക്കേണ്ടത്. പ്രൈസിലോട് അടുത്തത് കർത്താവ് പ്രൈസിലോട് ഇടം കിടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരുപാട് മർമ്മങ്ങൾ, മറഞ്ഞു കിടക്കുന്ന മർമ്മങ്ങൾ നമുക്ക് റിവീൽ ചെയ്യുന്നത് അന്യഭാഷയിൽ ആരാധിക്കുമ്പോഴാണ്. സ്തോത്രം. നമുക്ക് ഒന്ന് നോക്കാം. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾക്ക് പോകാനുണ്ട്. ചില കാര്യങ്ങൾ നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് പോകാം. ഓക്കെ. സദൃശവാക്യം 20:5 ഒന്ന് വായിച്ചാട്ട്. ഓക്കെ. ഈ വിവേകമുള്ള മനുഷ്യൻ കോരിയെടുക്കും. ഹൃദയത്തിലെ ആലോചന ആഴമുള്ള വെള്ളം. ഇതിനകത്തിൽ ആ വെള്ളത്തെക്കുറിച്ച് മാത്രം പറയണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. യെശയ്യാ പ്രവചനത്തിനകത്തോട്ട് ഒന്ന് പോയാട്ട് അതിൻ്റെ 12-ാം അധ്യായം 2-3 വാക്യം. ഈ രക്ഷയുടെ ഉറവിൽ നിന്നും വിവേകമുള്ളവൻ ഇത് കോരിയെടുക്കും. ആര് കോരിയെടുക്കും? വിവേകമുള്ളവൻ. മനുഷ്യന്റെ ഹൃദയത്തിലെ ആലോചന ആഴമുള്ളതാണ്. അപ്പോൾ ദൈവാത്മാവിൻ്റെ ഹൃദയത്തിലെ കാര്യങ്ങൾ എന്തുമാത്രം ആഴമുണ്ട്, അത് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് 2 കൊരിന്ത്യൻ അത് വരുന്നുണ്ട്, 1 കൊരിന്ത്യൻ 2-ാം അധ്യായത്തിന് അത് വരുന്നുണ്ട്. അതിനു മുമ്പ് യേശു കർത്താവ് പറഞ്ഞത് യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായം 37-ാമത്തെ വാക്യത്തിൽ, അപ്പം 1 കൊരിന്ത്യൻ 2-ാം അധ്യായത്തിലേക്ക് വെക്കും. പ്രൈസലോട് ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ നിന്നുകൊണ്ട് എന്നുള്ള പ്രസംഗം അനേകർ പ്രസംഗിച്ചിട്ടുണ്ട്, നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. ഇസ്രായേൽ മക്കൾ അല്ലെന്നുണ്ടെങ്കിൽ യഹൂദന്മാർ വേറെ വെള്ളം കോരിക്കൊണ്ട് വരുന്നതും അവിടെ ഒഴിക്കുന്നതും ഇതിനെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. അവിടെ ആ സമയത്താണ് ഈ ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് പറയുന്നത് എന്തായിരുന്നു? എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. അതാണ് പ്രൈസലോട്. ഇസ്രായേലിലെ ഒരു മനുഷ്യനോടും അല്ല ദൈവം, യഹൂദന്മാരിലോ അല്ലെന്നുണ്ടെങ്കിൽ ഇസ്രായേൽ വലിയ പണ്ഡിതന്മാരോടോ ഒന്നുമല്ല യേശു ആത്മാവിൽ ആരാധിക്കണമെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത്. ആരോടാണെന്ന്? ഇശാമരിയക്കാരത്തി സ്ത്രീയോടാ. നീ വിശ്വസിച്ചാൽ പ്രൈസലോട് നിന്റെ ഉള്ളിൽ നിന്ന് ജീവജല നദി വരുമെന്ന് അവളോടാണ് പറഞ്ഞത്. പ്രൈസലോട്. അത് മാത്രമല്ല, മശിഹായാണെന്ന് പറഞ്ഞത് അവളോടാണ് പറഞ്ഞത്. ദൈവമക്കളെ, നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനകത്ത് എഴുതിക്കുന്നത് ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണമെന്നും. പ്രൈസലോട്. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനും ഒരു നാളും ദാഹിക്കില്ല, ഞാൻ കൊടുക്കുന്ന വെള്ളം അവന് നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും. അത് ആത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും. ഇത് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. ഈ പരിശുദ്ധാത്മാവിനെയാണ് പ്രൈസലോട് നമുക്ക് റിവീൽ ചെയ്തിരുന്നത്. അവർക്ക് തന്നെ റിവീൽ ചെയ്ത് കൊടുത്തു. എന്തോ റിവീൽ ചെയ്ത് കൊടുത്തത്? മശിഹ ആണെന്ന് വരെ. ആദ്യം യഹൂദൻ എന്നാണ് യേശുവിനെ കുറിച്ച് പറയുന്നത്, പിന്നെ പ്രവാചകനായി. ദൈവമക്കളെ, നമ്മൾ
യജമാനനായി, പ്രവാചകനായി, പിന്നെ മശിഹായി, ക്രിസ്തുവായി, ഇതൊക്കെ വന്നത് അവക്ക് തന്നെ റിവീലായി കിട്ടിയത്. വായിച്ചാട്ട് 1 കൊരിന്ത്യർ 2-ാം അധ്യായം അതിന്റെ 6 മുതലുള്ള വാക്യങ്ങൾ. എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു. ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, നശിച്ചു പോകുന്നവരായ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല. ദൈവം ലോക സൃഷ്ടിക്കുന്ന മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചതും മറഞ്ഞിരിക്കുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ ലോക സൃഷ്ടിക്ക് മുമ്പേ മറഞ്ഞിരിക്കുന്നതാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ഇത് ആരാ സംസാരിച്ചത്? പൗലോസ്. പൗലോസിന് എവിടുന്നാ കിട്ടിയത്? ദൈവാത്മാവിനാ. ഈ ദൈവാത്മാവിനെ ഏറ്റവും കൂടുതൽ പാനം ചെയ്തതാരായിരുന്നു? പൗലോസ്. അപ്പം നിങ്ങൾക്ക് പാനം ചെയ്താൽ നിങ്ങൾക്ക് കിട്ടത്തില്ലേ? നിങ്ങൾക്ക് ഈ ആത്മസ്നാനം വേണ്ടേ? വായിച്ചു അടുത്തത്. കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. മനുഷ്യനുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആരറിയും? അതുകൊണ്ട് ദൈവത്തിനെങ്കിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. മതി. മനുഷ്യനുള്ളത് അറിയണത് മനുഷ്യന്റെ ആത്മാവ്, ദൈവത്തിനുള്ളത് ഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവ്. ഈ ആത്മാവിനെ എനിക്ക് വേണ്ട. ഓ, അപ്പൊ അങ്ങനെ പറഞ്ഞാൽ ഇത് തെറ്റാണ്. ഇത് നീ ഏറ്റവും കുറ്റം പറഞ്ഞോണ്ട് അവിടെ നിന്ന് കണ്ടുപിടിച്ചോണ്ട് അവിടെ നിന്ന് നിനക്ക് ദൈവിക മർമ്മങ്ങളെ ലഭിക്കുവാൻ. പ്രിയമുള്ളവരെ, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ അധികം കാലമായില്ല ഈ ദൈവസന്നിധി കടന്നു വന്നിട്ട്. ബൈബിൾ കോളേജിൽ നിന്നല്ല ഞാൻ പഠിച്ചത്. പൗലോസ് പറയുന്നത് ജഡമാംസ രക്തങ്ങളല്ല എനിക്ക് ഉപദേശിച്ചു തന്നത്, ഞാൻ കർത്താവിൽ നിന്ന് നേരിട്ട് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിച്ചു തരുമെന്ന് പൗലോസ് പറയുന്നത് പോലെ ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചതാണ് നിങ്ങളോട് പറഞ്ഞു തരുന്നത്. ഒരു സിമ്പിൾ കാര്യമല്ല. നിങ്ങൾ ചിന്തിച്ച് നോക്കണം. എൻ്റെ പ്രസംഗങ്ങൾക്ക് വ്യത്യാസം മറ്റുള്ളവരിൽ നിന്നുള്ളത് ഞാൻ കൊണ്ടുവന്നതല്ല, എന്നെ ദൈവാത്മാവ് പഠിപ്പിച്ചിരുന്നതാണ്. ദൈവത്തിൻ്റെ നിയോഗപ്രകാരമാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. പ്രൈസിലോട് ദൈവമക്കളെ, ഇത് ഈ ദൈവിക മർമ്മങ്ങളെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് പരിശുദ്ധാത്മാവാണ്. പ്രൈസിലോട്. കാരണം ഒരുപാട് ആഴങ്ങൾ ഇതിനകത്തിലുണ്ട്. ഈ ആഴങ്ങളെ വെളിപ്പെട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൽ ആരാധിക്കുവാനും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുവാനും പരിശുദ്ധാത്മാവിനെ അംഗീകരിക്കുവാനും പഠിക്കണം. പ്രൈസിലോട്. ഇനി അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. ഇത് ഒരുപാടുണ്ട്. 6-ാമത്തെ വിഷയം. പ്രൈസിലോട്. ഓക്കെ, ഇത് പരിശുദ്ധാത്മാവിൽ അന്യഭാഷയിൽ ആരാധിച്ചാൽ നിനക്ക് റെസ്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ റെസ്റ്റ് കിട്ടും. റെസ്റ്റ് എന്ന് പറഞ്ഞതിൻ്റെ വേർഡ് അർത്ഥം മനസ്സിലാകണം. സ്വസ്ഥത, സമാധാനം, ഇതിനെയാണ് റെസ്റ്റ് എന്ന് പറയുന്നത്. പ്രൈസിലോട്. നിങ്ങൾ ഒരു സമാധാനമില്ലാത്ത വ്യക്തിക്ക് ഒരിക്കലും എന്തോ ഇല്ല, സ്വസ്ഥതയില്ല. അവർക്കെന്തോ ഇല്ല, ഒരു റെസ്റ്റ് ഇല്ല. ഈ 24 മണിക്കൂറും വിചാരപ്പെട്ടും പ്രയാസപ്പെട്ടും ഓടി നടന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണ്, പക്ഷെ ഒന്നും സാധിക്കുന്നില്ല. റെസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പരിശുദ്ധാത്മാവ് വരണം. ഒന്ന് വാക്യം വായിച്ചാട്ടെ. റെസ്റ്റും 2 കാര്യങ്ങളാണ് ഒന്നിച്ച് പറയുന്നത്. റിഫ്രഷ്മെൻറ്റും. റിഫ്രഷ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പണ്ടൊക്കെ ആൾക്കാരെ റോഡിലൊക്കെ പച്ചമോര് കലക്കി വെക്കുമായിരുന്നു പണ്ടൊക്കെ. ഒരു ഫ്രീ ആയിട്ട് കൊടുക്കുക, പൈസക്കല്ല. പിന്നെ പൈസക്ക് കൊടുക്കുന്നവരുമുണ്ട്. ഫ്രീ ആയിട്ട് ഇങ്ങനെ കൊടുക്കുന്ന ആൾക്കാർ നടന്നു പോയി ക്ഷീണിച്ച് പോകുന്ന ഉടനെ അവർക്ക് 1 ഗ്ലാസ് വെള്ളം കിട്ടുന്ന ഉടനെ, ആ തണുത്ത മോരും വെള്ളം കിട്ടുന്ന ഉടനെ അവർക്ക് ആ വൃക്ഷത്തിൻ്റെ തണലിൽ നിന്ന് ഒരല്പനേരം റെസ്റ്റ് ചെയ്യാനും റിഫ്രഷ് ചെയ്യാനും അവർക്ക് സാധിക്കും. നമുക്കറിയാം, നമ്മൾ നാട്ടിലൊക്കെ നടന്ന് ചെയ്യുന്നുണ്ട്. മാടക്കടയിലൊക്കെ കയറി ഒരു നാരങ്ങ വെള്ളം അല്പം പഞ്ചസാരക്കകത്ത് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ കുടിക്കും. എന്തിനാണ്? ഒരു റിഫ്രഷ്മെൻറ്റിന് വേണ്ടി. അത് നമ്മളെ റീഫ്രഷ് ചെയ്യുകയാണ്, അത് ഒരു സ്വസ്ഥത തരികയാണ്. നമ്മൾ ഇത്രയും നേരം ക്ഷീണിച്ചതിന് നമുക്കൊരു സ്വസ്ഥത തരികയാണ്. അത് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്.
പ്രയോജനമാണ്. നമ്മൾ നോക്കാം പരിശുദ്ധാത്മാവ് എന്ത് തരുന്നു എന്നുള്ളത്. സ്തോത്രം. 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിന്റെ 20-21 വാക്യം വായിച്ചാണ്. സഹോദരന്മാരെ, ബുദ്ധിയിൽ കുഞ്ഞുങ്ങളാകരുത്, തിന്മയ്ക്ക് ശിശുക്കളായിരിപ്പീൻ, ബുദ്ധിയിലോ മുതിർന്നവരാകുവീൻ. അന്യഭാഷകളാലും അന്യന്മാരുടെ അധരങ്ങളാലും ഞാൻ ഈ ജനത്തോട് സംസാരിക്കുമെങ്കിലും അവർ എന്റെ വാക്ക് കേൾക്കയില്ല എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നു. ഹലോ, പൗലോസ് എവിടുന്നാണ് ഇത് എടുത്തേക്കുന്നത്? ചിലപ്പോൾ പറയാറുണ്ട് എവിടുന്നേലും ഒരു വാക്കെടുത്തിട്ട് അതിനെ ഉപദേശമാക്കരുതെന്ന്. പക്ഷെ പൗലോസ് ഇത് എവിടുന്നാണ് ഈ വാക്കെടുത്തിട്ട് ഇവിടുത്തെ ഉപദേശമാക്കിയിരിക്കുന്നത്? നമുക്ക് നോക്കാം. നോക്കി പൗലോസ് എന്താ പറഞ്ഞിരിക്കുന്നത് നമ്മൾ നോക്ക്. സഹോദരന്മാരെ, ബുദ്ധിയിൽ കുഞ്ഞുങ്ങളാകരുത്. പ്രൈസ് ദി ലോർഡ്. തിന്മയ്ക്ക് ശിശുക്കൾ ആയിരിപ്പീൻ. തിന്മ ചെയ്യുന്നതിന് ശിശുക്കളായിരിപ്പീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിന്മയ്ക്ക് വരെ തിന്മ ചെയ്യാതിരിക്കുക. ബുദ്ധിയിലോ മുതിർന്നവരായിരിപ്പീൻ. എന്നിട്ട് പറയുകയാണ്, അന്യഭാഷകളാലും അന്യന്മാരുടെ അധരങ്ങളാലും ഞാൻ ഈ ജനത്തോട് സംസാരിക്കുകയും അവർ എൻ്റെ വാക്ക് കേൾക്കയില്ല എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. എവിടെയാണ് എഴുതിയിരിക്കുന്നത്? യെശയ്യാപ്രവചനത്തിനകത്താണ് എഴുതിയിരിക്കുന്നത്. യെശയ്യാപ്രവചനം 28-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യം ഒന്ന് വായിച്ചു. മതി. അപ്പോൾ ഈ ഡംബവും അഹങ്കാരവും ഉള്ളവരുടെ കാര്യമാണ് ആര് വരുമെന്ന കർത്താവ് വരുന്ന കാര്യം പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം ഇതെല്ലാം പറഞ്ഞതിന് ശേഷം പിന്നെ അതിൻ്റെ 11-12 വാക്യം വായിച്ചാട്ട് അതെ വിക്കി പറയുന്ന ഇതാണ് സ്വസ്ഥത. എപ്പോഴാണ് സ്വസ്ഥത കിട്ടുന്നത്? അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ. അപ്പം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടി എന്ന് നിനക്ക് സൂക്ഷ്മമായിട്ട് അറിയാൻ സാധിക്കും. അപ്പോഴാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു വിശ്രാമം കിട്ടുന്നത്. ഇനി നമുക്ക് റെസ്റ്റ് എടുക്കാം. മക്കളെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴാണ് റിഫ്രഷ് ചെയ്യുന്നത്? നമ്മൾ ആ 12-ാമത്തെ വാക്യത്തിനകത്ത് പറയുന്നത് എന്താണെന്ന് നോക്കി. 12-ാമത്തെ വാക്യത്തിൽ ക്ഷീണിച്ചിരിക്കുന്നവന് സ്വസ്ഥത കൊടുപ്പിൻ, ഇതാകുന്നു വിശ്രാമം എന്ന് അവരോട് അരുളി ചെയ്യുന്നത് കേൾക്കുവാൻ മനസ്സായില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ക്ഷീണിച്ചിരിക്കുന്നവനല്ലേ സ്വസ്ഥത വേണ്ടിയത്? അവനല്ലേ വിശ്രമം വേണ്ടിയത്? പ്രൈസ് ദി ലോർഡ്. അവനല്ലേ വിശ്രമം വേണ്ടിയത്? എന്തുകൊണ്ടാണ് ക്ഷീണിച്ചിരിക്കുന്നത്? അനേക നാളുകളായി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുവരെ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ല. ഒരു സ്വസ്ഥതയുമില്ല, ഒരു സമാധാനവുമില്ല. അവർക്ക് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചാലോ യു വിൽ ഗെറ്റ് റെസ്റ്റ് ആൻഡ് റിഫ്രഷ്. ദൈവമക്കളെ, ഇതാണ് നമ്മളിപ്പോൾ കേട്ടത്. അത് 6-7 കാര്യങ്ങളാണ്. 2 കാര്യങ്ങൾ ഒന്നിച്ചാണ് നടക്കുന്നത്. പ്രൈസിനോട് സ്വസ്ഥത കിട്ടും, റിഫ്രഷ്മെൻറ്റ് കിട്ടും. സ്വസ്ഥത എവിടെ കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈസിനോട് അതുകൊണ്ടൊന്ന് വായിച്ചു. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യത്തിൽ അവർക്ക് ഈ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടില്ല. കർത്താവിൻ്റെ വചനം പറയുന്നത് ഈ നിങ്ങളിൽ ആർക്കെങ്കിലും ഈ സ്വസ്ഥത ലഭിക്കാതെ പോയെങ്കിൽ എന്ത് ചെയ്യണം? ഭയപ്പെടാൻ. അന്യഭാഷയെ പ്രാർത്ഥിക്കുന്നതിന് സ്വസ്ഥത കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഇത് വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയപ്പെട്ടു. അതിന് 11-ാമത്തെ വാക്യങ്ങളൊന്ന് വായിച്ച്. അതുകൊണ്ട്
അനുസരണക്കേടിൻ്റെ സമദൃഷ്ടാന്തത്തിനൊത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന്. ആർക്കാണ് അനുസരണക്കേട് ഉണ്ടായത്? ഇസ്രായേൽ മക്കൾക്ക്. അവർ കർത്താവ് പറഞ്ഞതിലല്ല അവർ ശ്രദ്ധ. അവർ പിന്നെ അങ്ങനെയാണ് മാനുഷിക ബുദ്ധികൾ പറയുന്നതാണ് അവർ ശ്രദ്ധിക്കുന്നത്. അവർക്ക് അതാണ് വേണ്ടത്. അത് കാരണം നിങ്ങൾ പോയി ആ ദേശത്തെ പിടിച്ചെടുക്കാൻ പറഞ്ഞു, അവരെ കണ്ട് ഭയപ്പെടരുതെന്ന് പറഞ്ഞു. പക്ഷെ അവർക്കതല്ല വേണ്ടത്. അവർ പറയുന്നതാണ് ജയം. അത് കാരണം അനുസരണക്കേട് കാരണം അവർ മുഴുവൻ നശിച്ചു പോകേണ്ടി വന്നു, രണ്ടുപേരൊഴികെ. പ്രൈസലോട്. എന്നിട്ട് പറയുന്നുണ്ട്, അതുകൊണ്ട് ആരും അനുസരണക്കേടിൻ്റെ സമദൃഷ്ടാന്തത്തിനും വീഴാതിരിക്കേണ്ടതിന് നാം ആ സ്വസ്ഥതയെ പ്രവേശിക്കുവാൻ ഉത്സാഹിക്കുക. പ്രൈസലോട്. എനിക്ക് ആ ഒരു സ്വസ്ഥതയിൽ പ്രവേശിക്കണം. അതാണ് സ്വസ്ഥത. എവിടെയാണ്? അന്യഭാഷകളാലും അന്യ അധരങ്ങളാലും വിക്കി പറയുന്ന ഭാഷകളാലും ഞാൻ ദൈവജനത്തോട് സംസാരിക്കുമെന്ന് പറഞ്ഞ ആ ഭാഷ എനിക്ക് സ്വസ്ഥത തരുന്നതാണ്, എനിക്ക് സമാധാനം തരുന്നതാണ്, എന്നെ റീഫ്രഷ് ചെയ്യുന്നതാണ്. സ്വത്രം. ഇനി 8ാമത്തെ കാര്യം ഞാൻ ഇത് ഞാൻ 8 കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അതേസമയം ഞാൻ ഇതിനെക്കുറിച്ച് പഠിപ്പിച്ച സമയത്താണ് ഒരു ദിവസം TV ജോർജ് പാസ്റ്റർ എന്നോട് പറഞ്ഞു, ഇത് ബ്രദറെ ഇത് പോയി എല്ലായിടത്തും പ്രസംഗിക്കണം. അപ്പം അദ്ദേഹത്തിൻ്റെ ബുക്കുണ്ട്, കിട്ടുമെന്നുണ്ടെങ്കിൽ വായിച്ചോളാൻ പറഞ്ഞു. കിട്ടുമെന്നുണ്ടെങ്കിൽ കിട്ടാൻ സാധ്യത കുറവാണെന്ന് അദ്ദേഹം തന്നെ എഴുതിയ ബുക്കാണ്. എൻ്റെ കയ്യിലും ആ കോപ്പിയില്ല. എവിടെയെങ്കിലും കിട്ടുമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളാൻ. ഇതാണ് ഞാൻ ഒരു ഉദാഹരണം പറയാൻ പോവാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞ് അതിൻ്റെ പിറ്റേ ആഴ്ചയിൽ ഞാൻ ഫിലഡൽഫിയയിൽ പോവുകയായിരുന്നു. ഒരു വീട്ടിൽ ചെന്ന് അന്യഭാഷയെക്കുറിച്ചും ഇതിനെക്കുറിച്ചും പറഞ്ഞുകൊണ്ടിരുന്ന അവിടെ ശുശ്രൂഷിക്കാൻ പോയതാണ്. 3 ദിവസത്തെ ശുശ്രൂഷ അവിടുത്തെ ചർച്ചിൽ 3 ദിവസം ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയതാണ്. പരിശുദ്ധാത്മാഭിഷേകവും അന്യഭാഷയും എന്ന വിഷയത്തെക്കുറിച്ചാണ് അവിടെ അവർക്ക് വേണ്ടി ആ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയത്. ചില കുഞ്ഞുങ്ങൾ 3-4 പേര് അവിടെ പരിശുദ്ധാത്മാ സ്നാനം പ്രാപിക്കാനും അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നത് കേൾക്കാനും ഒക്കെ ദൈവം അവിടെ അവർക്ക് ഭാഗ്യം കൊടുത്തു. ആ ദൈവദാസൻ അവിടെ താമസിച്ച വീട്ടിലെ ദൈവദാസൻ എന്നോട് പറഞ്ഞു, TV ജോർജ് പാസ്റ്ററിൻ്റെ ബുക്ക് വായിച്ചിട്ടുണ്ടോ? അദ്ദേഹം ഉടനെ തന്നെ ഈ ബുക്ക് എടുത്തുകൊണ്ട് വന്നു. പരിശുദ്ധാത്മാവ് നൂറ്റാണ്ടുകളിലൂടെ. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഞാനിതാ പറഞ്ഞത്. ഏതെങ്കിലും ഒരു കാര്യം ദൈവാത്മാവ് നിന്നോട് പറയുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ എൻ്റെ കീഴിലേക്ക് ഇത് ആവശ്യമുള്ള എല്ലാ ടൂൾസും എൻ്റെ അടുക്കൽ ദൈവം കൊണ്ടുതരും. അപ്പം തന്നെ എല്ലാ ടൂൾസും കൊണ്ടുതരും. ഇത് ആരാ ചെയ്യുന്നത്? കർത്താവ്. അതുകൊണ്ട് എന്താണ്, എനിക്ക് ഒത്തിരി വിചാരപ്പെടില്ല. ആ ടൂൾസ് എല്ലാം എൻ്റെ കൈ വരും അന്നേരം. അപ്പോൾ ഇതാരാണ് ക്രമീകരിച്ചു തരുന്നത്? കർത്താവ്. ഈ പരിശുദ്ധാത്മാവിനെയാണ് നമുക്ക് വേണ്ടിയത്. പ്രൈസ് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഡോക്ടർ ഐക്കോ ഹോർമാൻ എന്ന് പറഞ്ഞ ആ സഹോദരി അനേകം സൗഖ്യമാണെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ അവർ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. അതിൻ്റെ ഡിഫറൻസ്, മറ്റുള്ള ഭാഷയിൽ പ്രാർത്ഥിക്കുന്ന ഡിഫറൻസ്, അവരുടെ ഇലക്ട്രോണിക് സിസ്റ്റം, അതിൻ്റെ മൂവ്മെൻറ്റ് ഒക്കെ ആ ഷോയ്ക്കകത്തുണ്ട്. പ്രത്യേകം അവർ പഠിപ്പിക്കുന്നുണ്ട്. അവരുടെ വീഡിയോ കാസറ്റ് ഉണ്ട് എൻ്റെ കയ്യിൽ. ഞാൻ ആ 3 വീഡിയോയും കണ്ടതാണ്. പ്രൈസ് ലോർഡ്. ആരും ഈ ദൈവാത്മാവിൻ്റെ കാര്യം പറഞ്ഞ് കബളിപ്പിക്കാറില്ല. യൂട്യൂബിനകത്ത് അന്യഭാഷയും പരിശുദ്ധാത്മ സ്നാനവും അന്യഭാഷയും നിങ്ങളിട്ടാൽ നിങ്ങൾക്ക് ഇവിടുത്തുകാരെ പാസ്റ്ററിനെ അവർ സയൻറ്റിഫിക്കായി പ്രൂവ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ദൈവങ്ങളെ അതിനെതിരായി പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഏതാ വേണ്ടത്? പ്രൈസ് ദി ലോർഡ്. 8ാമത്തെ വിഷയം കൂടെ പറഞ്ഞിട്ട് നമ്മളിവിടെ അവസാനിക്കാം. അതേസമയം TV ജോർജ് പാസ്റ്റർ 12 കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. 12 കാര്യങ്ങൾ പരിശുദ്ധാത്മ സ്നാനം ലഭിച്ചാൽ ഉണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ച്. ഞാൻ അദ്ദേഹത്തിൻ്റെ ബുക്ക് നോക്കി ഉണ്ടാക്കിയതല്ല ഇത്. അദ്ദേഹത്തിൻ്റെ ബുക്കിനകത്ത് ഞാൻ അത് കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ചോണം. അതാണ് ദൈവം തരുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ളത് ദൈവം കൊണ്ടുതരുമെന്ന് ഞാൻ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. നോക്കണം. ഇനിയും എഡിഫൈ ആൻഡ് ബിൽഡ് യുവർ സ്പിരിറ്റ്. നിൻ്റെ ആത്മാവിനെയും
അല്ലെന്നുണ്ടെങ്കിൽ ആത്മാവിനെ എഡിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേറ്റ് ചെയ്യുക, ഇൻസ്ട്രക്ട് ചെയ്യുക, ടീച്ച് ചെയ്യുക, ഗൈഡ് ചെയ്യുക എന്നൊക്കെ പറയും. എഡിഫൈ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടെ പറയാം, നിന്നെ എഡ്യൂക്കേറ്റ് ചെയ്യും, നിങ്ങളെ പഠിപ്പിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഇൻസ്ട്രക്ഷൻ തരും, അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ സഹായിക്കും, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഗൈഡ് തരും. അതുകൊണ്ടാണ് കെന്നത്ത് ഹേഗൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ഞാൻ അദ്ദേഹത്തിൽ നിന്നുമാണ് പരിശുദ്ധാത്മാവിൽ നടക്കുന്നതിനെക്കുറിച്ചും പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡിൽ നടക്കുന്നതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ വിശ്വാസവും പരിശുദ്ധാത്മ സ്നാനവും ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ലേൺ ചെയ്തിട്ടുള്ളത്. ഒരുപാട് ദൈവദാസന്മാരിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ കർത്താവിനെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാണ് കർത്താവ് പഠിപ്പിക്കുന്നത്? ഇതൊക്കെ നമ്മൾ ഓരോന്നോരോന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് യൂട്യൂബിനകത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരാളെ കിട്ടി, ശാമുവൽ, ക്യാപ്റ്റൻ ശാമുവൽ. അദ്ദേഹത്തിൻ്റെ ഡെത്ത് ബെഡെ കിടന്നുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത്, മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞോണ്ടേ എല്ലാവർക്കും അദ്ദേഹത്തെ അറിയാം, പക്ഷെ ഞാൻ മാത്രം കണ്ടിട്ടില്ലായിരുന്നു. ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരാൾ ടെസ്റ്റ് ചെയ്തു, യു ഹാവ് ടു സീ. ഇതിനെക്കുറിച്ച് ചിന്തിച്ചതേ ഉള്ളൂ. ആരെങ്കിലും പ്രസംഗിച്ചിട്ടുണ്ടോ? മലയാളികളിൽ അനേക ദൈവദാസന്മാർ ശക്തന്മാരായിട്ടുള്ളവരുണ്ടായിരുന്നു. ഞാൻ ഹൃദയത്തെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഒരാൾ എനിക്ക് ടെസ്റ്റ് ചെയ്തു, ക്യാപ്റ്റൻ ശാമുവലിനെ കുറിച്ച്. ഉടനെ തന്നെ ഞാൻ പോയി കമ്പ്യൂട്ടറിൽ ക്യാപ്റ്റൻ ശാമുവലിൻ്റെ പ്രസംഗം കേൾക്കും. നിങ്ങൾ പോയി കേൾക്കുക. പരിശുദ്ധാത്മ സ്നാനവും അന്യഭാഷയും അദ്ദേഹത്തെ പ്രസംഗിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാക്കുക, നിങ്ങളെ തന്നെ എഡ്യൂക്കേറ്റ് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. 1 കൊരിന്ത്യർ 14-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. അപ്പം അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ആത്മീക വർധനവ് വരുത്തുന്നു. നിങ്ങൾ ഇനി ഇതിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച്, ഗൈഡ് ചെയ്യുന്നതിനെക്കുറിച്ചും ഇതിനെക്കുറിച്ചൊക്കെ ഉള്ളത് ഞാൻ ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ് എന്നുള്ള വിഷയം പഠിപ്പിച്ചിട്ടുണ്ട്. അത് പോയി കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ റോമാലേഖനം 8-ാം അധ്യായം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ആത്മീയത്തെക്കുറിച്ച്. ഞാൻ അതിൻ്റെ ചില വാക്യങ്ങൾ വായിച്ചിട്ട് ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. 5-ാമത്തെ വാക്യം. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വം ആകുന്നു. അതിന് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുവാൻ കഴിയുന്നതല്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുകയില്ല. നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികയും ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്ര. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവൻ ഉള്ളവനല്ല. ഞാനല്ല പറഞ്ഞേ. എന്നിട്ട് പറയണേ, ക്രിസ്തുവിൻ്റെ ആത്മാവുണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതാകയാൽ ആത്മാവ് നീതി നിമിത്തം ജീവനുള്ളതാകുന്നു. യേശുവിനെ മരിച്ചവൻ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്നും ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്നവൻ്റെ തൻ്റെ ആത്മാവ് കൊണ്ട് നിങ്ങളെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. പ്രൈസിലോട്ട് ഒരുപാടുണ്ട്. താഴോട്ട് 14-ാം വാക്യത്തിൽ വായിക്കുന്നു, ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടുന്നതിൻ്റെ ദാസ്യത്തിൻ്റെ ആത്മാവിനെയല്ല അപ്പാപിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്തിൻ്റെ ആത്മാവിനെ അത്രേ അയച്ചത്. ഈ അയച്ച ആത്മാവിനെ വേണ്ടേ? എഫേസ്യ ലേഖനത്തിനകത്ത് വായിക്കുന്ന എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിനകത്ത് ദൈവമക്കളെ ഇത് നമ്മൾ എല്ലാവരും പഠിപ്പിക്കുന്നുണ്ട് ശക്തിയോടെ. ഇതിൻ്റെ 17-18 വാക്യം ഇത് നോക്കണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ളവൻ പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും. ഇത് ആത്മാവ് ലഭിച്ചവനായി പറയുന്നത്. അവനാ ചോദിക്കുന്നത്, നിങ്ങൾ സ്നാനപ്പെട്ടിട്ട് പരിശുദ്ധാത്മാവ് വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു പോയെന്ന്. അവനാണ് ഇത് എഴുതിയിരിക്കുന്നത്, വേറെ ആരുമല്ല എഴുതിയിരിക്കുന്നത്.
തരേണ്ടതിന് നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിട്ട് അവൻ്റെ വിളിയാനുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ ആ ദൈവത്തിൻ്റെ അവകാശത്തിൻ്റെ മഹിമാതനം ഇന്നതെന്നും ബലത്തിൽ വല്ലഭത്തിൽ വ്യാപനത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ നിനക്ക് ഇതൊന്നും അറിയാൻ പറ്റത്തില്ല, ദൈവത്തിൻ്റെ ജ്ഞാനം പ്രാപിക്കാൻ പറ്റത്തില്ല. പഠിക്കാൻ പറ്റും ബുക്ക്. പ്രേക്ഷകരോട് ദൈവമക്കളെ, ഈ ബൈബിൾ കോളേജിൽ ചിലർ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്കറിയത്തില്ല, ഐ ഡോണ്ട് ഹാവ് നോ എക്സ്പീരിയൻസ്. ഇവിടെ ഡാളസിൽ ബൈബിൾ കോളേജുണ്ട്, അവിടെ ഞാൻ കേട്ടിട്ടുണ്ട് ആൾക്കാർ പറയുന്നത് വിശ്വാസിയല്ലാത്ത കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാത്ത ഒരാളാണ് അവിടുത്തെ ബൈബിൾ തിയോളജൻ, ബൈബിൾ ടീച്ചർ പഠിപ്പിക്കുന്നത്. ഇത് നിങ്ങൾ വിശ്വസിക്കുമോ? ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്, പുള്ളിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെക്കാട്ടി കൂടുതലും എന്നെക്കാട്ടി കൂടുതലും തിയോളജിനെക്കാട്ടി കൂടുതൽ അറിയാം. പക്ഷെ എന്നുണ്ടെങ്കിൽ ആ പുള്ളിക്ക് എന്തോ ഇല്ലെന്നറിയാം, വിശ്വാസമില്ല. പുള്ളി സാധാരണ മറ്റുള്ള ബുക്കുകൾ പഠിപ്പിക്കുന്ന കാര്യം ഈ ബുക്കും പഠിപ്പിക്കുന്നുണ്ട്. നിനക്ക് പ്രസംഗിക്കാൻ സാധിക്കും, ജ്ഞാനത്തിൻ്റെ വാക്കുകൾ ഉപയോഗിക്കാൻ സാധിക്കും. പക്ഷെ എന്നുണ്ടെങ്കിൽ ദൈവാത്മാവ് വിവേചിച്ച് തരുന്നത് പോലെ വിവേചിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ ദൈവാത്മാവ് തന്നെ വേണം. ഇന്ന് പൽക്കാലം ഞാനിവിടെ എൻ്റെ വചനങ്ങളെ ചുരുക്കുകയാണ്. എന്താണ് പറഞ്ഞത്? 8 കാര്യങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്തത്. അന്യഭാഷയിൽ സംസാരിക്കുന്നതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച്. 1, കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഗാഡ്. 2, ഡിഫീറ്റ് യുവർ വീക്ക്നെസ്. 3, സ്ട്രെങ്തൻ യുവർ ഫെയ്ത്ത്. 4, എബിലിറ്റി ടു വർഷിപ്പ്. 5, റിവീൽ ദ ഹിഡൻ കൗൺസിൽ ഓഫ് ഗാഡ്. 6, ഹി വിൽ ഗിവ് യു ദ റെസ്റ്റ്. ആൻഡ് 7, he will bring you the refreshment. 8, എട്ടാമത്തേത് he edify and build your spirit. ഈ 8 കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത് അന്യഭാഷയിൽ സംസാരിച്ചാലുള്ള ഗുണങ്ങളെക്കുറിച്ച്. പ്രൈസ് ദി ലോർഡ്. അന്യഭാഷയിൽ സംസാരിച്ചില്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗുണവും കിട്ടത്തില്ല. ദൈവമായിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല, നിന്റെ ബലഹീനതയ്ക്ക് തുണ നിൽക്കാൻ ആരും കാണത്തില്ല. പരിശുദ്ധാത്മാ സ്നാനം പ്രാപിച്ചില്ലെങ്കിൽ നിന്റെ വിശ്വാസം സ്ട്രോങ് ആകത്തില്ല. പ്രൈസ് ദി ലോർഡ്. നിനക്ക് ദൈവത്തെ ആരാധിക്കാൻ, അതുകൊണ്ടാണ് ഈ ഉണങ്ങിയ പാട്ട് പാടുന്നത്. ഉണങ്ങിയ പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ജീവനില്ലാത്ത പാട്ട് പാടുന്നത്. ദൈവത്തിൻ്റെ ആത്മീക മർമ്മങ്ങളെ ഗ്രഹിക്കുവാൻ കഴിയാതെ പോകും. പ്രൈസ് ദി ലോർഡ്. റെസ്റ്റ് ഇല്ലാതെ, പ്രൈസ് ദി ലോർഡ്, പരവേശം പിടിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, ഒന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞ് പരവേശം പിടിച്ച് നടക്കാൻ നടക്കും. പ്രൈസ് ദി ലോർഡ്. ആത്മാവില്ലാത്തത് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൈസ് ദി ലോർഡ് എവിടെ പോകണമെന്ന് അറിയത്തില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ആരെടുക്കാൻ പോകണമെന്ന് അറിയത്തില്ല. കണി കണ്ടവരോട് എല്ലാം പോയി പ്രാർത്ഥിക്കാനായിട്ട് ഒരു പ്രയോജനം കിട്ടത്തില്ല. പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കുക. 7ാമത്തെ കാര്യം റിഫ്രഷ്മെൻ്റ് ഉണ്ടാകും. റിഫ്രഷ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിഫ്രഷ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പുതുക്കി ജീവൻ്റെ പുതുക്കത്തിൽ നടക്കാൻ സാധിക്കും. ഒരു പുതിയ അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് വരും. കഴിഞ്ഞതിനെക്കുറിച്ച് പിന്നെ ചിന്തിക്കേണ്ടി വരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. 8, നമ്മളെ തന്നെ അല്ല, നമ്മുടെ ആത്മാവിനെയും ബിൽഡപ്പ് ചെയ്യാൻ സാധിക്കും, അതിനെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മൾ പോകുന്നത്, നമ്മൾ ഒരു കാര്യം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം അപ്പം തന്നെ നമുക്ക് സാധിച്ചു കിട്ടും. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. കേട്ടുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു.